അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സഈദ് ഫാറൂഖ് മരണപ്പെട്ട വിവരം അറിയുകയുണ്ടായി. നാട്ടിലില്ലാത്തത് കൊണ്ട് അവിടെ ജനാസക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. സങ്കടമുണ്ട്. ആരാണ് സഈദ് ഫാറൂഖ് എന്ന് ചിലരൊക്കെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ പ്രഭാഷണ വേദികളിലൊന്നും വലിയ ശബ്ദകോലാഹങ്ങളോടുകൂടെ നമ്മുടെ ഇടയിൽ ജീവിച്ച ആളൊന്നുമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ മുഖ്ലിസു ലി റബ്ബിഹി, തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിലകൊണ്ട് ജീവിച്ച ഒരാൾ കൽ മാഷി അല റംലി, മണൽപ്പരപ്പിലൂടെ നടന്ന ഒരാളെ പോലെയാണ്. ലാ തസ്മഅ ഖുത്വാതിഹി വലാകിൻ തറ ആഥാറഹു, അദ്ദേഹം ആ നടക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ, പ്രതിഫലനങ്ങൾ ധാരാളം നിനക്ക് കാണാൻ പറ്റും എന്നാണ്. ബാക്കി പത്രങ്ങൾ ഒരുപാട് ഇവിടെ ബാക്കിയാക്കിക്കൊണ്ടാണ് സഈദ് ഫാറൂഖ് നടന്നു പോയിട്ടുള്ളത്. കേരളത്തിലുടനീളം ഖുർആനിക് പ്രീ സ്കൂളുകൾ ഇന്ന് പല പേരുകളിലുണ്ട്. അതിലാദ്യത്തേത് അൽ ഫിത്ര എന്ന് പറയുന്ന സംഗതി, ഈജിപ്തിലെ നൂറുൽ ബയാൻ എന്ന് പറയുന്ന സിസ്റ്റം, മൻഹജ്, സിലബസ്, അതുപയോഗിച്ചിട്ട് കേരളത്തിലെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഖുർആൻ മനോഹരമായി പിഴവുകളില്ലാതെ പാരായണം ചെയ്യുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലക്ക് നമ്മുടെ അറബി ഭാഷ പഠിപ്പിക്കുന്ന എല്ലാ തലങ്ങളിലും, അത് സ്കൂൾ, കോളേജ്, അതുപോലെ മദ്രസ വിദ്യാഭ്യാസങ്ങളിലൊക്കെയുള്ള കരിക്കുലം കമ്മിറ്റികളിലൊക്കെ ഉണ്ടായിരുന്ന, നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. പക്ഷേ വളരെ സൗമ്യമായി കുറച്ച് മാത്രം സംസാരിക്കുന്ന, വളരെ ഹൃദ്യമായ, ഏറ്റവും നല്ല മനസ്സിനു കൂടെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ അവസരത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ ഓർക്കുന്നു. വലിയൊരു പാഠം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വേണ്ടി അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമ്മളൊക്കെ ആലോചിക്കണം, ഇതുപോലെ എന്ത് ആധാറാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് ഇവിടെ അടയാളപ്പെടുത്താനുള്ളത് എന്ന്. എന്ത് അടയാളമാണ്, ഏത് നല്ല വിളക്കിനാണ് ഇവിടെ നമുക്ക് തിരി കൊളുത്തുവാനുള്ളത്. അതങ്ങനെ മുറിയാതെ, ആ ദീപം അണയാതെ നിലകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് അണമുറിയാത്ത നന്മയുടെ പ്രവാഹമായി ഉണ്ടാവുന്ന, നിലനിൽക്കുന്ന എന്ത് നന്മയാണ് നമുക്കിവിടെ ബാക്കിയാക്കാൻ കഴിയുന്നത് എന്ന് നമ്മളും ആലോചിക്കേണ്ട ഒരു സമയമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.